ലങ്ക കണ്ട ഏറ്റവും മികച്ച ഭരണാധികാരിയായ രാവണൻ എന്ന നായകന്റെയും വില്ലനായ രാമന്റെയും ഇതിഹാസ കാവ്യമാണ് രാമായണം. മായാജാല വാസ്തുവിദ്യയിൽ പ്രഗത്ഭനായ മായാസുരൻ തന്റെ മരുമകനായ രാവണന് വേണ്ടി പണി കഴിപ്പിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു അമാനുഷിക കോട്ട. എന്തിനു പണിതുവെന്നോ എങ്ങനെ പണിതുവെന്നോ ഉത്തരം കിട്ടാത്ത ചോദ്യമായി തുടരുമ്പോഴും ചരിത്രമുറങ്ങുന്ന ലങ്കയുടെ മണ്ണിലേക്ക് ലോകസഞ്ചാരികൾ എത്തുന്നതിന് പ്രധാന കാരണമാണ് സിഗിരിയ. 2 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഒരു അഗ്നിപർവ്വതം പൊട്ടിയുണ്ടായ മാഗ്മയുറഞ്ഞ് ഒരു കൂറ്റൻ ഒറ്റക്കൽ പാറയായി മാറുന്നു. ധാതുക്കളും വാതകങ്ങളും നിറഞ്ഞിരിക്കുന്ന ഈ ഭീമൻ പാറയുടെ ഉപരിതലമാകട്ടെ ആരോ വാളുകൊണ്ട് വെട്ടിമാറ്റിയതുപോലെ നിരപ്പുള്ളതും. മുകളിലേക്ക് എത്താനായി 19-ാം നൂറ്റാണ്ടിലാണ് ബ്രിട്ടീഷ് കോളനികൾ 1200 പടിക്കെട്ടുകൾ നിർമ്മിക്കുന്നത്. എന്നാൽ അതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് 650 അടി ഉയരമുള്ള പാറയുടെ മുകളിൽ 30 ദശലക്ഷം കട്ടകൾ ഉപയോഗിച്ച് ഒരു കോട്ട നിർമ്മിക്കുവാൻ എങ്ങനെ സാധ്യമാകും? മാത്രവുമല്ല 25 കിലോഗ്രാം വരെ ഭാരമുള്ള ആയിരക്കണക്കിന് ഗ്രാനൈറ്റ് പടികളും കോട്ട നിർമ്മിക്കുവാനായി ഉപയോഗിച്ചിരിക്കുന്നു. ഏറ്റവും പുരാതനവും സങ്കീർണവുമായ നഗരാസൂത്രണത്തിന്റെ ഉദാത്ത മാതൃകയായ സിഗിരിയ 1982 മുതൽ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളിൽ ഒന്നാണ്. ഒരു സിംഹം തന്റെ ഇരയെ വിഴുങ്ങുവാനായി 2 കാലുകളും ഉറപ്പിച്ച് വായ തുറന്ന് നിൽക്കും പോലെയാണ് പ്രവേശന കവാടം. ഇന്നത്തെ ഒരു അത്യാഡംബര ഹോട്ടലിലെ കാഴ്ച എന്നതുപോലെ മുന്നിലായി ഉദ്യാനവും തടാകങ്ങളും, എന്തിനധികം നൂറ്റാണ്ടുകൾക്കിപ്പുറവും പ്രവർത്തിക്കുന്ന ഫൗണ്ടനുകളും നമുക്ക് കാണുവാനാകും. ശത്രുവിന്റെ ആക്രമണം ഉണ്ടാകുമ്പോൾ ഫൗണ്ടനുകളിലൂടെ നിർത്താതെ വെള്ളം പ്രവഹിക്കുകയും കോട്ടയ്ക്ക് ചുറ്റും വെള്ളക്കെട്ടുണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ തൊട്ടടുത്ത ജലാശയത്തിലെ മുതലകളെ കൊണ്ട് ഇവിടേക്ക് കടക്കാൻ പറ്റാതെയാകും. ഈ പ്രതിസന്ധി കടന്നെത്തുന്നവരെ കാത്തിരിക്കുന്നത് കോട്ടയ്ക്ക് മുകളിൽ ചെറിയ കല്ലുകളാൽ താങ്ങി നിർത്തിയിരിക്കുന്ന കൂറ്റൻ പാറകളായിരിക്കും. എന്തൊക്കെ തന്നെയാണെങ്കിലും കോട്ടയ്ക്ക് മുകളിൽ എത്തുക എന്നുള്ളത് ശത്രുവിന് അപ്രാപ്രിയമായ കാര്യം തന്നെയാണ്. രാവണന്റെ സാമ്രാജ്യ ശക്തിയായിരുന്നുവെന്ന് ഇന്നും വിശ്വസിച്ചു വരുന്നുണ്ടെങ്കിലും 5-ാം നൂറ്റാണ്ടിൽ തന്റെ അത്യാഡംബര രാജവാഴ്ചയ്ക്കായും കാളകുത്തി മരിക്കുമെന്ന പ്രവചനത്തെ ഭയന്നും കശ്യപ മഹാരാജാവ് പണികഴിപ്പിച്ചതാണ് സിഗിരിയ എന്നും ചരിത്രം പറയുന്നു. തന്റെ ലൗകിക ജീവിതത്തിന് ഏറെ പ്രാധാന്യം നൽകിയിരുന്ന കശ്യപൻ നാനാഭാഗത്തു നിന്നും 500-ൽ പരം സുന്ദരി കന്യകമാരെ ഇവിടെ പാർപ്പിച്ചിരുന്നതായും പറയുന്നു. ആരാലും കണ്ടെത്താനാവാത്ത തുരങ്കങ്ങളും എണ്ണിയാലൊടുങ്ങാത്ത നിധിശേഖരവും പാറയ്ക്കുള്ളിൽ ഇന്നുമുണ്ടെന്നാണ് പ്രദേശവാസികൾ വിശ്വസിക്കുന്നത്. പുറമേ നിന്നും ഇത്രയധികം സംരക്ഷണ വാസ്തുവിദ്യയുള്ളപ്പോൾ അകത്തുണ്ടാകാമെന്ന് കരുതപ്പെടുന്ന നിധികുംഭത്തിലേക്ക് എത്താൻ മായാസുരൻ എന്ന ജാലവിദ്യക്കാരന്റെ പല പരീക്ഷണങ്ങളും താണ്ടേണ്ടിയിരിക്കുന്നു എന്ന കഥകളും ലങ്കയിൽ പ്രചാരത്തിലുണ്ട്.